മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പ്രത്യേക പാക്കേജ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഡൽഹിയിലെ പ്രതിനിധി പ്രൊഫസർ കെ.വി. തോമസ് നാളെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തും. പാക്കേജുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും സർക്കാർ കേന്ദ്രത്തിന് കൈമാറിയിട്ടുണ്ട്. ചർച്ച പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്ന് കെ.വി. തോമസ് 24-നോട്. അപ്പോൾ നമുക്ക് വളരെ ന്യായമായി ലഭിക്കേണ്ട സാമ്പത്തിക സഹായം ഒരു മഹാദുരന്തത്തിൽ തരേണ്ട ബാധ്യത ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിനുണ്ട്. അതാണ് നമ്മൾ ചോദിക്കുന്നത്. നമ്മൾ ഔദാര്യമൊന്നല്ല ചോദിക്കുന്നത്. മറ്റൊന്ന് കടമെടുക്കുന്നതിനെക്കുറിച്ചുള്ള പല ചർച്ചകളും GSTയുടെ അടിസ്ഥാനത്തിൽ നടത്തിയുള്ള ചർച്ചകളെല്ലാം അതിൻ്റെ എല്ലാ ഫയൽ അവിടെ ഉണ്ട്. അപ്പോൾ അതിലേത് വിഷയമാണ് ഇവരെടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഏതായാലും ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടും. നമുക്ക് പ്രതീക്ഷയുണ്ട്. കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമുക്കിത് ഔദാര്യമല്ല, നമുക്ക് തരേണ്ടതാണ്. നമുക്ക് ഈ ദുരന്തം കഴിഞ്ഞതിന് ശേഷം വന്ന മറ്റു പല സംസ്ഥാനങ്ങൾക്കും കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വളരെ ന്യായമായി ലഭിക്കേണ്ട. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. അച്യുതൻ, കെ.വി. തോമസ് മാഷ് വളരെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. നമുക്കും പ്രതീക്ഷയുണ്ട്. കാരണം മറ്റ് സംസ്ഥാനങ്ങൾക്കും ഈ ദുരന്തത്തെക്കാളും പിന്നീട് സംഭവിച്ച ദുരന്തങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ കേന്ദ്ര സർക്കാർ സമയം കണ്ടെത്തി നടപടിയെടുത്തു, സഹായം എത്തിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഔദാര്യം വയനാടിനും കിട്ടുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? SK സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കൂടിക്കാഴ്ച കേരളം പ്രതീക്ഷയോടെ തന്നെയാണ് ഉറ്റുനോക്കുന്നത്. നാളെ 3:30 പാർലമെന്റിലെ ധനകാര്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ചാണ് സംസ്ഥാനത്തിന്റെ ഡൽഹിയിലെ പ്രതിനിധി കെ.വി. തോമസ് ഈ കൂടിക്കാഴ്ച നടത്തുന്നത്. പ്രധാനമായും ഈ മുണ്ടക്കൈ ചൂരൽമല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ഈ ഒരു ചർച്ചയുടെ ഭാഗമായി ഉയർന്നു വരും എന്നുള്ള സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. മറ്റു വിഷയങ്ങളുമുണ്ട്. സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി പോലുള്ള വിഷയങ്ങളും ധനകാര്യ മന്ത്രാലയത്തിന് മുൻപിലുണ്ട്. എന്തായാലും അത്തരം കാര്യങ്ങൾ ചർച്ച നടക്കും. മറ്റൊന്ന്, ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട സർക്കാർ എല്ലാ രേഖകളും കേന്ദ്ര സർക്കാരിന് കൈമാറിയിട്ടുണ്ട് എന്നതാണ് കെ.വി. തോമസ് വ്യക്തമാക്കുന്നത്. ഔദാര്യമല്ല ആവശ്യപ്പെടുന്നത്, അർഹിക്കുന്ന ഒരു സഹായം അതാണ് ഇപ്പോൾ സംസ്ഥാനം തേടുന്നത്. പക്ഷേ ഇതുവരെയും അതിലൊരു തീരുമാനം അത് കേന്ദ്രം കൈക്കൊണ്ടിട്ടില്ല. നേരത്തെ ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് കെ.വി. തോമസ് നൽകിയ കത്തിൽ SDRF ഫണ്ടിലേക്ക് പണം വകയിരുത്തിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയെങ്കിലും ഈ അടിയന്തര ധനസഹായം സംബന്ധിച്ച കാര്യങ്ങളിൽ കേരളത്തിന്റെ ആവശ്യപ്രകാരമുള്ള ഈ 2000 കോടിയുടെ പ്രത്യേക പാക്കേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല. അത് പക്ഷേ നാളത്തെ കൂടിക്കാഴ്ചയിൽ ഒരു പക്ഷേ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉയരുകയാണെങ്കിൽ അതിലെന്താണ് ഇനി കേന്ദ്രത്തിന്റെ ഭാവി തീരുമാനം എന്നതിൽ ഒരു വ്യക്തത ലഭിക്കും. കാരണം ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തടസ്സങ്ങൾ നിലവിലുണ്ടോ അല്ലെങ്കിൽ അത് പരിഗണനയിലാണോ എന്ന കാര്യങ്ങൾ. കാരണം കേന്ദ്ര സംഘം ഈ ദുരന്ത സ്ഥലത്തെത്തി കാര്യങ്ങൾ പഠിച്ച ശേഷം ആ റിപ്പോർട്ടും കൈമാറിയതായുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും പാക്കേജ് അനുവദിക്കേണ്ടതാണ്. പക്ഷേ ഒരു കാലതാമസം അതിലെടുക്കുന്നുണ്ട് എന്നതും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മുണ്ടക്കൈ ചൂരൽമല പാക്കേജുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നാളെ ഉണ്ടാകുകയാണെങ്കിൽ ഉറപ്പായും ഇത് സംബന്ധിച്ച കാര്യങ്ങൾ പരിഗണനയിൽ വരും. അതിൽ അനുകൂല ഒരു സമീപനം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന പ്രതീക്ഷ കൂടി കെ.വി. തോമസ് 24-നോട് പങ്കുവയ്ക്കുന്നുണ്ട്. SK അച്യുതനാണ് വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് ചേർന്നത്.